കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മോർച്ചറി സംവിധാനം തകരാറിലായി. മോർച്ചറിയിലെ ഫ്രീസർ തകരാറിലായിട്ട് 6 മാസമായി. 8 ഫ്രീസറാണ് ഫ്രീസിംഗ് സംവിധാനത്തിനായി ഉള്ളത്. അതിപ്പോൾ പ്രവർത്തിക്കാതെ ഇരിക്കുകയാണ് മോർച്ചറിയിൽ. ഇവിടെ നിന്ന് പാരിപ്പള്ളി, പുനലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മൃതദേഹം കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അമിത തുക നൽകിയാണ് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കുന്നത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ഉണ്ട്. ദിലീപ് ദേവസ്യ, മോർച്ചറി സംവിധാനം ഒരു ജില്ലാ ആശുപത്രിയിൽ ഏറ്റവും അടിസ്ഥാനമായി വേണ്ട ഒന്നാണ്. അവിടെ ഇപ്പോൾ ഇത്ര മാസമായിട്ടും ഈ ഫ്രീസറുകൾ നന്നാക്കാത്തത് എന്തുകൊണ്ടാണ്? സുജിയ ഓരോരോ കാരണങ്ങൾ പറഞ്ഞാണ് നമ്മൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടുമായി സംസാരിക്കുമ്പോൾ നാളെ നടക്കും അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മോർച്ചറി സംവിധാനം ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നത് 8 ഫ്രീസറുകളാണ്. ഈ ഫ്രീസറുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണക്കാർ ആരെങ്കിലും ഒന്ന് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഈ മൃതദേഹം ഇവിടെ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യങ്ങളില്ല. അതൊന്നുകിൽ പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പുനലൂർ ഇവിടങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത്. പിന്നെ അതല്ലാതെ ഒരു അജ്ഞാതൻ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ വരുന്നത് വരെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ വരുന്നവരെ സൂക്ഷിക്കേണ്ട ദീർഘകാലം സൂക്ഷിക്കേണ്ട ഫ്രീസറുകൾ, അത്തരത്തിലുള്ള ഫ്രീസറുകൾ ഒന്നും തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിന്ന് അതായത് 1800 രൂപയാണ് ഇവിടെ നിന്ന് പാരിപ്പള്ളിയിലേക്ക് ആംബുലൻസിന് ചാർജ് ആക്കുന്നത്. മാത്രമല്ല ഫ്രീസർ സംവിധാനത്തിന് ഒരു ദിവസം സ്വകാര്യ ആശുപത്രി ഈടാക്കുന്നതും വലിയ തുകയാണ്. അത്തരത്തിൽ ഇവിടെ 500 രൂപ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ 6 മാസമായി ഒരു തരത്തിൽ പോലും ഇത് നന്നാക്കാനുള്ള നടപടികളും സ്വീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. സാധാരണക്കാരനെ പിഴിയുന്ന, അതായത് ഒരു മരിച്ച ആളുകളുടെ ബന്ധുക്കളെ വരെ പിഴിയുന്ന നടപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അല്പസമയത്തിനകം ഇവിടെ യുവമോർച്ചയുടെ ആളുകൾ പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ് ഈ സൂപ്രണ്ട് അടക്കം പറയുന്നത് എന്താണ്? കാലങ്ങളായി ഇവിടെ സത്യത്തിൽ സൂപ്രണ്ട് ഇല്ല. ഇവിടെ ഉള്ളത് ഡെപ്യൂട്ടി സൂപ്രണ്ടാണ്. കഴിഞ്ഞ ഏകദേശം 8ഓളം മാസമായിട്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ വിവിധ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മോർച്ചറി പൊളിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് സാധാരണപ്പെട്ട ആളുകൾ, കൊല്ലം ജില്ലാ ആശുപത്രി എന്ന ധർമാശുപത്രി എന്നാണ് പറയുന്നത്, സാധാരണപ്പെട്ട ആളുകൾ 500 രൂപയ്ക്ക് മൃതശരീരം ശീതീകരണ മുറിക്ക് വേണ്ടി സംഭവം ചെയ്തുകൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ഇവിടെ ഫ്രീസർ സംവിധാനമില്ല. അതായത് ശീതീകരണ സംവിധാനം ഇവിടെ ഇല്ല. 8ഓളം മാസമായിട്ട് ശീതീകരണ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് 25 കിലോമീറ്റർ അപ്പുറത്തുള്ള പാരിപ്പള്ളിയിലും പുനലൂരിലും കൊട്ടാരക്കരയിലും കരുനാഗപ്പള്ളിയിലുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ മൃതശരീരം കൊണ്ടുപോകുന്നത്. 1800 രൂപയിലധികമാണ് ഓരോ തവണയും ഈ ആംബുലൻസ് ഈ പറയുന്ന മോർച്ചറിയിലേക്ക് ഒരു തവണ പോകുന്നതിന്. അതായത് അടുത്ത ദിവസം മൃതശരീരം സംസ്കരിക്കണമെങ്കിൽ പിന്നെയും 1800 കൊടുക്കണം. 1800 വെച്ച് 3600 രൂപ വാഹനത്തിന്, അതായത് ആംബുലൻസ് ചാർജ് മാത്രവും, ഒപ്പം തന്നെ ഫ്രീസറിന് 1000-ലധികം രൂപ കൊടുക്കേണ്ടി വരും. ചില സമയങ്ങളിൽ ഫ്രീസർ കിട്ടാൻ സാഹചര്യം ഉണ്ടാവില്ല. ആ സമയത്ത് പിന്നെയും അധികമായിട്ട് ആംബുലൻസിന് പിന്നെയും ചാർജ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. സാധാരണപ്പെട്ട ആളുകൾ കടം കയറി മരണപ്പെട്ട ഒരാൾക്ക് EMI എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് മൃതശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടി. സുജിയ അത്തരത്തിൽ തന്നെയാണ്. കാരണം 6 മാസമായി ഇവിടുത്തെ ഫ്രീസർ സംവിധാനം പ്രവർത്തിക്കുന്നില്ല. ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ജില്ലാ ആശുപത്രി, നേരത്തെ സുജിയ പറഞ്ഞതുപോലെ ഒരു ജില്ലാ ആശുപത്രിയിൽ മോർച്ചറി സംവിധാനം കൃത്യമായി പ്രവർത്തിക്കേണ്ടതാണ്. അത്തരത്തിൽ തന്നെ ഒരു നടപടിയും ഉണ്ടാകാത്ത കൊല്ലം ജില്ലാ ആശുപത്രിയാണ്. ഇവിടെ നിന്ന് പാരിപ്പള്ളിയിലേക്ക് വലിയ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അവിടെ ഒരു തവണ കൊണ്ടുപോകുന്ന 1600 രൂപയാണ്. അപ്പോൾ പുനലൂരിലേക്കൊക്കെ പിന്നെയും പണം കൂടുകയാണ്. ആംബുലൻസിൽ നിന്ന് അവർ വലിയ തുക ഈടാക്കുന്നു, ഫ്രീസർ സംവിധാനത്തിന് ആശുപത്രി വലിയ തുക ഈടാക്കുന്നു. അങ്ങനെ ഒരു കടം കയറി മരിക്കുന്ന ഒരാളുടെ കുടുംബത്തിന് വീണ്ടും ഇടുത്തിയാകി ഈ മോർച്ചറിയുടെ പൈസ വരുന്നു. അതോടൊപ്പം എന്തുകൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നില്ല? അതിൽ അധികൃതരുടെ മറുപടി കൂടി വരേണ്ടിയിരിക്കുന്നു. അതുകൂടി എടുക്കൂ ദിലീപ് ദേവസ്യ. മൃതദേഹവുമായി മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. ജില്ലാ ആശുപത്രി സംവിധാനം അവിടെ ഉണ്ടായിട്ടും അതൊരു ഗതികേടാണ്.